ഇന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 20 സെൻറ്റൻസുകൾ നോക്കുകയാണ്. ഈ സെൻറ്റൻസുകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ സാധാരണ മലയാളം സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലാക്കിയിട്ടാണ് സാധാരണ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. പക്ഷേ സ്വാഭാവികമായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്ന പോലെ നമുക്ക് പറയാൻ പഠിക്കാം. അപ്പോൾ തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ രാവിലെ എണീറ്റിട്ട് വരുവാണ്. അമ്മയൊക്കെ അടുക്കളയിലുണ്ടാവും. അപ്പോൾ ചോദിക്കും അല്ലേ, ഗുഡ് മോർണിംഗ്, നന്നായി ഉറങ്ങിയോ? അങ്ങനെ ചോദിക്കില്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുക? അപ്പോൾ പൊതുവെ നമ്മൾ എങ്ങനെയാണ് പറയുക? ഗുഡ് മോർണിംഗ്, ഡിഡ് യു സ്ലീപ്പ് വെൽ അല്ലേ? ഡിഡ് യു സ്ലീപ്പ് വെൽ. പക്ഷെ വേറെ രീതിയിൽ നമ്മളിത് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ഹൗ ഡിഡ് യു സ്ലീപ്പ്? ഗുഡ് മോർണിംഗ്, ഹൗ ഡിഡ് യു സ്ലീപ്പ്? അതിൻ്റെ അർത്ഥം നീ എങ്ങനെയാണ് ഇന്നലെ രാത്രി ഉറങ്ങിയത്? പുറത്ത് ഭയങ്കര ബഹളമായിരുന്നല്ലോ എന്നല്ല. ഗുഡ് മോർണിംഗ്, നന്നായി ഉറങ്ങിയോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കാം. ഡിഡ് യു സ്ലീപ്പ് വെൽ, നന്നായി ഉറങ്ങിയോ എന്ന് കൃത്യമായി എടുത്ത് അങ്ങനെ ചോദിക്കുന്ന രീതിയാണ് ഡിഡ് യു സ്ലീപ്പ് വെൽ അല്ലേ? നീ കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? അപ്പോൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാൻ ഡിഡ് യു. അപ്പോൾ ഡിഡ് യു സ്ലീപ്പ് വെൽ, നന്നായി ഉറങ്ങിയോ? അത് കൃത്യമായ ട്രാൻസ്ലേഷൻ. അതല്ലാണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്ന രീതിയാണ് ഹൗ ഡിഡ് യു സ്ലീപ്പ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, ഹൗ ഡിഡ് യു സ്ലീപ്പ് എന്ന് ചോദിച്ചാൽ നന്നായി ഉറങ്ങിയോ എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഒരു ചായയോ കാപ്പിയോ കുടിക്കും അല്ലേ? അപ്പോൾ വേണോ ചായയോ കാപ്പിയോ? അതെങ്ങനെ ചോദിക്കും? എന്തെങ്കിലും ഒരു കാര്യം വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പൊളൈറ്റായിട്ട് എങ്ങനെ ചോദിക്കുക? വുഡ് യു ലൈക്ക്. ഇത് മറന്നു പോകരുത്. അതൊരു ചങ്കാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. എന്ത് സാധനം നിങ്ങൾക്ക് വേറെ ഒരാളുടെ അടുത്ത് ചോദിക്കണം, വേണമെന്ന് ചോദിക്കണമെങ്കിൽ വുഡ് യു ലൈക്ക് ആണ് ആദ്യം വരിക. ഒരു സാധനം വേണമെന്നാണെങ്കിൽ വുഡ് യു ലൈക്ക് ആ സാധനം. എന്തെങ്കിലും പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യണമെന്നാണെങ്കിൽ വുഡ് യു ലൈക്ക് ടു ആ പ്രവൃത്തി അല്ലേ? ഇപ്പോൾ ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണോ? എങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് സം കോഫി ഓർ ടീ? വുഡ് യു ലൈക്ക് സം കോഫി ഓർ ടീ? അത് കഴിഞ്ഞാൽ നമ്മുടെ അമ്മയൊക്കെ ചോദിക്കും, ഇന്ന് എന്താണ് നിൻ്റെ പരിപാടി അല്ലേ? എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ദ പ്ലാൻ ഫോർ ടുഡേ? ഇന്നത്തേക്ക് എന്താണ് നിൻ്റെ പ്ലാൻ? അപ്പോൾ വാട്ട് ഈസ് ചുരുക്കിയിട്ട് നമ്മൾ വാട്ട്സ് അങ്ങനെയാണ് ഉപയോഗിക്കുക. വാട്ട് ഈസ് ദ പ്ലാൻ അങ്ങനെ പറയില്ല. വാട്ട്സ് ദ പ്ലാൻ ഇന്നത്തേക്ക് ഫോർ ടുഡേ. ഇനിയിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ആ ഉപ്പ് ഒന്നും ഇങ്ങോട്ട് തരുമോ അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയാ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ക്യാൻ യു ഡൂ ഇറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ഉപ്പിൻ്റെ പാത്രമുണ്ട്, അതൊന്നും ഇങ്ങോട്ട് നീട്ടി വെച്ച് തരുമോ? അങ്ങനെ പറയും ക്യാൻ യു പാസ് മീ ദ സോൾട്ട് പ്ലീസ്. അപ്പോൾ എടുത്തു തരിക അല്ലെങ്കിൽ നീട്ടി വെച്ച് തരിക. അതിനൊക്കെ അർത്ഥമാണ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എടുത്തു തരിക അല്ലേ? ക്യാൻ യു പാസ് മീ ദ സോൾട്ട് പ്ലീസ്. അപ്പോൾ അയാളുടെ അടുത്താണ് ഇതിരിക്കുന്നത്, അതൊന്നും ഇങ്ങോട്ട് നീട്ടി വെച്ച് തരുമോ? ക്യാൻ യു പാസ് മീ ദ സോൾട്ട് പ്ലീസ്. ഇനി നീ സ്കൂളിൽ പോകാൻ റെഡി ആണോ? അങ്ങനെ ചോദിക്കും. ആർ യു റെഡി ടു ലീവ് ഫോർ സ്കൂൾ? സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ റെഡി ആയോ? ആർ യു റെഡി ടു ലീവ് ഫോർ സ്കൂൾ? അല്ലെങ്കിൽ വർക്ക് ആണെങ്കിൽ ആർ യു റെഡി ടു ലീവ് ഫോർ വർക്ക്? ഇനി ചില സമയത്ത് കുറേ പാത്രങ്ങളൊക്കെ ഡിന്നർ കഴിഞ്ഞിട്ട് കിടക്കണമെങ്കിൽ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയില്ലേ? അതെങ്ങനെ പറയും? ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ ഡിഷസ് ഡിന്നറിന് ശേഷം. ആഫ്റ്റർ ഡിന്നർ. ഇപ്പം ഒന്നും കഴുകി വെക്കണ്ട, എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം അതൊക്കെ ഞാൻ റെഡിയാക്കിക്കൊള്ളാം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ ഡിഷസ് ആഫ്റ്റർ ഡിന്നർ. അപ്പോൾ ഐ വിൽ ടേക്ക് കെയർ ഓഫ് സംതിങ് എന്ന് വെച്ചാൽ അത് ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് അർത്ഥം. ഐ വില്ലിൻ്റെ ഷോർട്ടാണ് ഐ വിൽ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ ഡിഷസ് ആഫ്റ്റർ ഡിന്നർ. നിൻ്റെ ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിൽ എപ്പോഴും ഡിഡ് വെച്ചിട്ടാണ് തുടങ്ങുക. ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ? ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? അല്ലെങ്കിൽ നീ ഹോംവർക്ക് ചെയ്തതാണോ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക് അങ്ങനെയും ചോദിക്കാം. ഇപ്പോൾ പൊതുവെ ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക് ആരാ ചോദിക്കുക? ടീച്ചർ ക്ലാസ്സിൽ കുട്ടികൾ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ? ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ പ്രവൃത്തി ചെയ്തതാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞോ എന്നല്ല അറിയേണ്ടത്. അത് ചെയ്തതിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് അടുത്ത പരിപാടി ചെയ്യാമെന്ന്. ആ രീതിയിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ പൊതുവെ ഹാവ് യു വെച്ചിട്ടാണ് തുടങ്ങുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു എന്നത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ആ പരിപാടി തീർന്നതാണ് എന്ന് അറിഞ്ഞാൽ മാത്രം മതിയെങ്കിൽ നമുക്ക് ഡിഡ് വെച്ച് ചോദിക്കാം. അതുകൊണ്ടാണ് വീട്ടിൽ നമുക്ക് എന്താ അറിയേണ്ടത്? ആ പരിപാടി നീ തീർത്തോ? ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? പക്ഷേ ക്ലാസ്സിൽ ടീച്ചർക്ക് എന്താ വേണ്ടത്? അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി വരണം. ഹോംവർക്ക് ചെയ്ത കുട്ടികൾക്ക് അടുത്ത കാര്യം പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക് എന്നാണ് ടീച്ചർ ചോദിക്കുക. ഈ കാര്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഡിഡും ഹാവ് ഒക്കെ ഉപയോഗിക്കണ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ഇവിടെ ലിങ്ക് ചെയ്യാം. അത് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട്.
അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി. ഇമെയിലിൽ ഞാൻ മറുപടി ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും തരാം. എൻ്റെ കോഴ്സിൽ കുറേ ലെവൽസ് ഉണ്ട്, പല പല രീതിയിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു വാട്സപ്പ് മെസ്സേജിലൊന്നും അയക്കാൻ പറ്റില്ല. കൂടാതെ വാട്സപ്പ് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇമെയിലായിട്ട് അയച്ചുതരാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ അനുസരിച്ചുള്ള കോഴ്സൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ലെവൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി, ഞാൻ മറുപടി തരാം. എൻ്റെ ഇമെയിൽ ഐ ഡിയും ഡീറ്റെയിൽസൊക്കെ വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചെയ്താലോ, ആ രീതിയിലുള്ള സെൻറ്റൻസ് ആണ് അടുത്തത്. നമുക്ക് ഇന്ന് രാത്രി ഒരു പടം കണ്ടാലോ? അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള സെൻറ്റൻസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും കാര്യങ്ങൾ മറന്നുപോയി, നമ്മൾ പഠിച്ചതൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബ്രഷപ്പ് ചെയ്യാനും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ചെയ്താലോ, പോയാലോ, നമുക്ക് കണ്ടാലോ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ്, അതാണ് കേട്ടോ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു പടം കണ്ടാലോ, ലെറ്റ്സ് വാച്ച് എ മൂവി. ആ ഡൂന് പകരം എന്താണ് പ്രവൃത്തി? എന്താണ്? സിനിമ കാണുക. ലെറ്റ്സ് വാച്ച് എ മൂവി. ഇന്ന് രാത്രി, ടുനൈറ്റ്. ലെറ്റ്സ് വാച്ച് എ മൂവി ടുനൈറ്റ്. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, ഒരു സിനിമ കണ്ടാലോ രാത്രി? ലെറ്റ്സ് വാച്ച് എ മൂവി ടുനൈറ്റ്. ഒരു വലിയ ഭാരമുള്ളൊരു പെട്ടിയുണ്ട്, ഒന്നെന്നെ സഹായിക്കുമോ, ഇതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാൻ? എങ്ങനെ പറയും? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു ഡു ഇറ്റ്, അല്ലേ? അങ്ങനെയാണ് സെൻറ്റൻസ് വരിക. ഈ വലിയ ബോക്സ് ഒന്ന് എടുത്ത് മാറ്റാൻ എന്നെ സഹായിക്കുമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ഹെവി ബോക്സ്. അപ്പോൾ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുമ്പം ഐ വോണ്ട് ടു മൂവ് ദിസ് ബോക്സ്, ക്യാൻ യു ഹെൽപ്പ് മീ എന്നൊക്കെ ചോദിക്കില്ലേ, ഫുൾ പറയും. പക്ഷെ ശരിക്കും ഈ ബോക്സിനെ എടുത്ത് മാറ്റാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ പൊതുവെ നമുക്ക് എടുത്ത് മാറ്റാൻ ഒന്നും ഇവിടെ പറയണ്ട. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ആ കാര്യം. അപ്പോൾ വിത്ത് ദിസ് ബോക്സ്. ഈ ഹോംവർക്കിൽ എന്നെ ഒന്ന് സഹായിക്കുമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ഹോംവർക്ക്. മനസ്സിലായോ? ചെയ്യാനെന്നൊന്നും അവിടെ പറയണ്ട. വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ആ കാര്യം, ആ സാധനം മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ സെൻറ്റൻസ് അങ്ങോട്ട് നീളും അല്ലേ? പെട്ടി എടുത്തു മാറ്റുക, ടു ക്യാരി, ടു ലിഫ്റ്റ്, അങ്ങനെയാണോ? അപ്പോൾ ഇത്രയൊന്നും ചിന്തിക്കണ്ട. ഈ ഒരു പ്രവൃത്തിയിൽ എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ ദിസിന് പകരം ആ കാര്യം എന്താണ്? ഒരു ഹെവി ബോക്സ് ഉണ്ട്, അത് വെച്ചിട്ട് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ഹെവി ബോക്സ്. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം, ആ ബോക്സിനെ ഹെൽപ്പ് ചെയ്യാനല്ല, ആ ബോക്സ് എടുത്ത് മാറ്റാൻ തന്നെയാണ്, അല്ലേ? ഹെവി ബോക്സ് എന്ന് പറഞ്ഞാൽ നല്ല ഭാരമുള്ള ബോക്സ്. അപ്പോൾ എടുത്ത് മാറ്റാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഒന്ന് പിടിച്ചു തരുമോ? അതാണ് പറയണത്. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ഹെവി ബോക്സ്. ഇനി ഡിന്നറിന് ഇന്ന് എന്താ അങ്ങനെ ചോദിക്കില്ലേ? വൈകുന്നേരം ആകുമ്പോഴേക്ക് കുറച്ച് വിശപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിലുള്ള ആളെടുത്ത് എന്താ ഇന്ന് അത്താഴത്തിന് അങ്ങനെ ചോദിക്കില്ലേ? അതെങ്ങനെ പറയാ? എന്താന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് എന്ത് വന്നാലും വാട്ട് വെച്ചാൽ തുടങ്ങുക സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ എന്താണ്, വാട്ട് ഇസ്, കേട്ടോ. അപ്പോൾ അത് ചുരുക്കിയിട്ട് വാട്ട്സ്. എന്തിന്? ഡിന്നറിന്. ഫോർ ഡിന്നർ. വാട്ട്സ് ഫോർ ഡിന്നർ. അത്താഴത്തിന് എന്താണ്, അത്രേ ഉള്ളൂ. വാട്ട്സ് ഫോർ ഡിന്നർ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓ, ഞാൻ ആകെ തളർന്നു, നല്ല പണിയായിരുന്നു, എനിക്കൊന്ന് ഉറങ്ങണം, അങ്ങനെ പറയാം. അപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ നാപ്പ് എന്ന് പറയും അല്ലേ? ചെറിയ ഉറക്കമാണെങ്കിൽ നാപ്പ് എന്ന് പറയും. രാത്രി ഒരു നീണ്ട ഉറക്കത്തിന് നമ്മൾ സ്ലീപ്പ് എന്ന് പറയും അല്ലേ? അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം വൈകുന്നേരം വന്നിട്ട് ക്ഷീണമാണ്, നല്ല പണിയായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് മയങ്ങണം, അങ്ങനെ പറയണം. അപ്പോൾ എങ്ങനെ പറയും? ഞാൻ ഭയങ്കര തളർന്നിരിക്കുകയാണ്, എങ്ങനെ പറയും? ഐ എം ടയേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം വെരി ടയേർഡ് എന്ന് പറയാം. പക്ഷേ നമുക്ക് വേറൊരു വാക്ക് പഠിക്കാം അല്ലേ? നമ്മൾ ആകെ ക്ഷീണിതനാണെങ്കിൽ നമുക്ക് എക്സോസ്റ്റഡ്, അങ്ങനെ ഒരു വാക്ക് പറയാം. ഐ എം എക്സോസ്റ്റഡ്. ഞാൻ തളർന്നിരിക്കുക, അങ്ങനെ പറയില്ലേ? അതാണ് ഐ എം എക്സോസ്റ്റഡ്. എനിക്കൊന്ന് മയങ്ങണം. ഐ നീഡ് എ നാപ്പ്. എനിക്ക് ഒരു നാപ്പ് വേണം എന്നാണ് പറയണത്. നമ്മൾ എനിക്കൊന്ന് മയങ്ങണം, ഐ നീഡ് ടു ടേക്ക് ഒന്നും പറയണ്ട. സിമ്പിളായിട്ട് ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഐ നീഡ് എ നാപ്പ്. എനിക്ക് ഒന്ന് കുളിക്കണം, ഐ നീഡ് എ ഷവർ. അല്ലെങ്കിൽ എനിക്കൊന്ന് മയങ്ങണം, ഐ നീഡ് എ നാപ്പ്. അങ്ങനെ പറഞ്ഞാൽ മതി. എളുപ്പമായില്ലേ? ഇനി ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒന്ന് പുറത്ത് പോകണം, ചാവി കാണുന്നില്ലല്ലോ. നീ എൻ്റെ ചാവികൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പുറത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് വണ്ടിയുടെ ചാവികൾ, ഏതെങ്കിലും ചാവി ആയിരിക്കും, അല്ലെങ്കിൽ ചാവികൾ ഉള്ളൊരു സെറ്റായിരിക്കും, അത് കാണാനില്ല. നീ ഇത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ചോദിക്കും. എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, ആ രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന സെൻറ്റൻസുകൾ എങ്ങനെയാണ് പറയുക? ഹാവ് വെച്ചിട്ട് ഇറങ്ങാം അല്ലേ? ഹാവ് യു അല്ലേ? ഹാവ് യു സീൻ മൈ കീസ് എനിവെയർ. എവിടെയെങ്കിലും, എനിവെയർ. ഹാവ് യു സീൻ മൈ കീസ് എനിവെയർ. എവിടെയെങ്കിലും നീ എൻ്റെ കീസ് കണ്ടിട്ടുണ്ടോ? എവിടെയോ വെച്ച് മറന്നുപോയി. ഹാവ് യു സീൻ മൈ കീസ് എനിവെയർ. അവിടെ നമ്മൾ ഡിഡ് യു സീ മൈ കീസ് എന്ന് പൊതുവെ ചോദിക്കില്ല. കാരണം എന്താ അറിയോ? ആ കണ്ട ഓർമ്മ നിനക്ക് ഇപ്പോഴും ഉണ്ടോ എന്നാണ് ചോദിക്കണത്. എവിടെയെങ്കിലും കണ്ടിട്ട് നീ ഇത് വിട്ടുപോയോന്നല്ല, അത് കണ്ടിട്ടുള്ള ഓർമ്മ നിനക്കുണ്ടോ? അപ്പോൾ അത് തീർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ഇത് പറയുക. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഡിഡോ ഹാവോ വെച്ചാണോ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് വളരെ ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പോൾ അത് കാണാം കേട്ടോ. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു ഡു ദിസ്. ഒന്നുകൂടെ പൊളൈറ്റായിട്ട് എങ്ങനെ ചോദിക്കുക? കുഡ് വെച്ചിട്ട്. ഓർമ്മയുണ്ടോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? നീ വരുമ്പോൾ
കുറച്ച് പലചരക്ക് വാങ്ങിച്ചിട്ട് വരുമോ? പലചരക്ക് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ട്, അതൊന്ന് വാങ്ങിച്ചിട്ട് വരുമോ? എങ്ങനെ പറയും? കുറച്ച് പൊളൈറ്റായിട്ടാണ് ചോദിക്കുക അല്ലേ? ശരിക്കും ഞാൻ വാങ്ങിക്കേണ്ടതാണ്, ഇന്ന് വയ്യ, അപ്പം നീ വരുന്ന വഴിക്കൊന്ന് വാങ്ങിക്കുമോ? അങ്ങനെ ചോദിക്കും. കുഡ് യു പിക്ക് അപ്പ് സം ഗ്രോസറീസ് ഓൺ യുവർ വേ ഹോം? എന്ന് വെച്ചാൽ നീ എവിടുന്നോ വീട്ടിലേക്ക് വരികയാണ്. ഓൺ യുവർ വേ ഹോം എന്ന് വെച്ചാൽ നീ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കുഡ് യു പ്ലീസ് പിക്ക് അപ്പ് സം ഗ്രോസറീസ്, പലചരക്ക് സാധനങ്ങൾ എവിടുന്നാണ് പിക്കപ്പ് ചെയ്യേണ്ടത്? ഓൺ യുവർ വേ ഹോം. കുഡ് യു പിക്ക് അപ്പ് സം ഗ്രോസറീസ് ഓൺ യുവർ വേ ഹോം. ഓക്കെ, വരുന്ന വഴിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ? കുഡ് യു പിക്ക് അപ്പ് സം ഗ്രോസറീസ് ഓൺ യുവർ വേ ഹോം. പുറത്ത് മഴയുണ്ട്, കുട എടുക്കാൻ മറക്കണ്ട കേട്ടോ. എങ്ങനെ പറയും? ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. നമ്മൾ പൊതുവെ മഴയുണ്ട്, അങ്ങനത്തെ വെയിലുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇറ്റ് വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങുക. എന്താ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ മഴയുണ്ട് കേട്ടോ പുറത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഇറ്റ് അതല്ലേ, ഈ ഇറ്റ് ഉപയോഗിക്കണം എന്നുള്ളത് പലർക്കും മറന്നു പോകും. ഔട്ട്സൈഡ് റെയിനിങ്, പുറത്ത് മഴയുണ്ട് അങ്ങനെ പറയും. അപ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവില്ല. എപ്പോഴും വെതറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇറ്റ് ഇസ് എന്ന് വെച്ചിട്ട് തുടങ്ങുക. ഇറ്റ് ഇസ് സണ്ണി, പുറത്ത് നല്ല വെയിലുണ്ട്, ഇറ്റ്സ് സണ്ണി. പുറത്ത് മഴയുണ്ടെങ്കിൽ പറയാം ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. കുട മറക്കരുതേ. ഡോണ്ട് ഫോർഗെറ്റ് യുവർ അംബ്രല. ഡോണ്ട് എന്ന് വെച്ചാൽ പാടില്ല, അരുത്, അതാണ് ഡോണ്ട്. എന്താ ചെയ്യാൻ പാടില്ലാത്തത്? കുട എടുക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് യുവർ അംബ്രല. ഓക്കെ. ഇനി വൈകുന്നേരം നമ്മൾ വീട്ടിൽ വരുമ്പോൾ പൊതുവെ വീട്ടിലുള്ള ആൾ വന്ന ആളോട് ചോദിക്കില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കുക. ഹൗ വാസ് യുവർ ഡേ? എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ദിവസം എന്ന്? ഹൗ വാസ് യുവർ ഡേ? വളരെ സിമ്പിളായ സെൻറ്റൻസ് ആണല്ലേ. ഭർത്താവ് വീട്ടിൽ നിന്ന് വരികയാണെങ്കിലും ഭാര്യ വീട്ടിൽ നിന്ന് വരികയാണെങ്കിലും കുട്ടികൾ വരുന്നതാണെങ്കിലും കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന കുട്ടികൾ ആരാണെങ്കിലും വീട്ടിൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാം അല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? ഹൗ വാസ് യുവർ ഡേ? പിന്നെ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഈ റൂമിലുണ്ടാവും. അങ്ങനെ പറയും. ഇപ്പം ഞാൻ സ്റ്റഡി റൂമിലാണ്, അപ്പോൾ സ്റ്റഡി എന്നാണ് ആ റൂമിനെ നമ്മൾ വിളിക്കുക. ഐ വിൽ ബി ഇൻ ദ സ്റ്റഡി ഇഫ് യു നീഡ് മീ. നിനക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ, ഇഫ് യു നീഡ് മീ, ഞാൻ എവിടെ ഉണ്ടാവുക? ഐ വിൽ ബി ഇൻ ദ സ്റ്റഡി. ഞാൻ അടുക്കളയിൽ ഉണ്ടാവും നിനക്ക് എന്നെ വേണമെങ്കിൽ. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എങ്ങനെ പറയാം? ഐ വിൽ ബി ഇൻ ദ കിച്ചൺ ഇഫ് യു നീഡ് മീ. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കിച്ചണിലുണ്ടാവും. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് പിസ്സ ഓർഡർ ചെയ്താലോ? അങ്ങനെ പറയും. ലെറ്റ്സ് ഓർഡർ പിസ്സ ഫോർ ഡിന്നർ. അല്ലേ, ഡിന്നറിന് നമുക്ക് പിസ്സ ഓർഡർ ചെയ്താലോ? അപ്പോൾ എന്തെങ്കിലും ചെയ്താലോ എന്ന് പറയാൻ ലെറ്റ്സ് ഡു ഇറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഓർഡർ പിസ്സ ഫോർ ഡിന്നർ. ഡിന്നറിന്, ഫോർ ഡിന്നർ. തുണി മടക്കി വയ്ക്കാൻ എന്നെ സഹായിക്കുമോ? എന്ന് ചോദിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? സഹായിക്കാൻ പറ്റുമോ എന്നല്ല ചോദിക്കണത്. എങ്ങനെ പറയും? ക്യാൻ. തുണി മടക്കി വെക്കുക എങ്ങനെയാ പറയാ? ഫോൾഡ് ദ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഫോൾഡ് ദ ലോണ്ട്രി. ലോണ്ട്രി എന്ന് വെച്ചാൽ തുണികളാണ് അർത്ഥം കേട്ടോ. ക്യാൻ യു ഹെൽപ്പ് മീ ഫോൾഡ് ദ ലോണ്ട്രി? ക്യാൻ യു ഹെൽപ്പ് മീ? ഇനി എന്ത് പ്രവർത്തിക്ക്? ഫോൾഡ് ദ ലോണ്ട്രി. അപ്പോൾ ചോദ്യമായിട്ട് ഇങ്ങനെ ആ ട്യൂൺ വരണം കേട്ടോ. ക്യാൻ യു ഹെൽപ്പ് മീ ഫോൾഡ് ദ ലോണ്ട്രി? ആ ഒരു കയറ്റം, ഈ ആ രീതിയിൽ വേണം ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും പറയാൻ. ഇല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. ക്യാൻ യു ഹെൽപ്പ് മീ ഫോൾഡ് ദ ലോണ്ട്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ക്യാൻ യു ഹെൽപ്പ് മീ ഫോൾഡ് ദ ലോണ്ട്രി? നാളെ എത്ര മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്? അതെങ്ങനെ ചോദിക്കും? എത്ര മണിക്കാന്ന് പറയാൻ വാട്ട് ടൈം. വാട്ട് ടൈം ഈസ് അവർ അപ്പോയിൻമെൻറ്റ് ടുമോറോ? നാളെ എത്ര മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്? വാട്ട് ടൈം ഈസ് ദ അപ്പോയിൻമെൻറ്റ് ടുമോറോ? ഗുഡ് നൈറ്റ്, നന്നായി ഉറങ്ങിക്കോളും. എങ്ങനെ പറയും? ഗുഡ് നൈറ്റ്, സ്ലീപ്പ് വെൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. ഇത് വെച്ച് പല രീതിയിൽ നമുക്ക് സെൻറ്റൻസുകൾ മാറി മാറി ഉണ്ടാക്കാം. ഈ സെൻറ്റൻസുകളൊക്കെ നല്ല രീതിയിൽ പഠിക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കൂ. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.